നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. നഗരസഭ 2ാം ഡിവിഷൻ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തെരുവുനായ ആക്രമണത്തിനെതിരെ പ്രതിഷേധ ധർണ നടത്തി. നഗരസഭ 2ാം ഡിവിഷൻ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തെരുവുനായ ആക്രമണത്തിനെതിരെ പ്രതിഷേധ ധർണ നടത്തി. കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിന് മുന്നിൽ നായ ആക്രമണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം തീർത്തത് ഡിവിഷനിലെ വിവിധ പ്രദേശങ്ങളിൽ നായ ആക്രമണത്തിൽ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. സ്കൂൾ, ആശുപത്രി തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ആളുകളെയാണ് ആക്രമണം നേരിടുന്നത്. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ട് സഞ്ചരിക്കുന്നവരെയാണ് കൂടുതൽ ആക്രമണത്തിന് ഇരയാകുന്നത്. നിരവധി തവണ ജനകീയ കൂട്ടായ്മയുടെ പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ അനാസ്ഥ കാട്ടുകയാണ്. ഇതിനെതിരെയാണ് ധർണ സംഘടിപ്പിച്ചത്. പല പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാർക്ക് പരാതികൾ നൽകിയിട്ടും കേവലമായ ഒരു നിസ്സംഗതയല്ലാതെ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. എന്താണ് ഇത്തരത്തിൽ നിസ്സംഗത ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളിലുള്ളതെന്ന് അന്വേഷിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ചിരി വരുന്നത്. നമ്മൾ ഇന്ത്യക്കാർ മൊത്തത്തിൽ ചില കാര്യങ്ങളിൽ ഭയം ഉള്ളവരാണ്. അതാത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ നേതാക്കളോ അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന ആശയങ്ങളോ ഒക്കെയാണ് സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നതിന് അകലെ നിൽക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹർജി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. TS സുയേബ ഉദ്ഘാടനം നിർവഹിച്ചു. മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. NK അസ്ലം സ്വാഗതവും മുഹമ്മദ് അബ്ബാസ്, KS നാസർ, TK ഷിഫാസ്, KN ആഷിഖ്, ആസാദ് എന്നിവർ സംസാരിച്ചു. SC അൻവർ നന്ദി പറഞ്ഞു. നമുക്കറിയാം, കൊറോണ കാലഘട്ടത്തിലെല്ലാം പട്ടികൾ പട്ടിണി കിടക്കുന്നത് വെച്ചുകൊണ്ട് നമ്മൾ കൊടുത്തിരുന്നു. വളരെ സ്നേഹമായിരുന്നു. ഇപ്പോൾ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ, അല്ല, സ്വാഗത പ്രാസംഗികം പറഞ്ഞതുപോലെ ഏറ്റവും സ്നേഹമുള്ളതാണ് പട്ടി. നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. വീട്ടിൽ വളർത്താം, കഴുത്തിൽ ബെൽറ്റ് ഇടാം, നമുക്ക് ആവശ്യമായത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ചില വീടുകളെല്ലാം, ഉള്ളവൻ്റെ വീട്ടിലെല്ലാം പട്ടി കിടക്കുന്നത് മെത്തയിലാണ്, ചിലപ്പോൾ മക്കൾ കിടക്കുന്നത് താഴ്ത്തായിരിക്കും. അത്ര സ്നേഹം നാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉപദ്രവത്തിന് പരിഹാരം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും? ആരാ നിയമം നടപ്പിലാക്കേണ്ടത്? ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.